Good morning. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Okay, good morning. തുടങ്ങാം അപ്പം. Good morning, ma'am. അപ്പൊ നമ്മള് തുടങ്ങാം കേട്ടോ, ക്ലാസ് തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ബ്ലഡ് ബാങ്കിന്റെ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു നമ്മള്? ബ്ലഡ് ബാങ്കിൽ നടത്തുന്ന ടെസ്റ്റുകൾ ഏതൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത് അല്ലെ? ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, സിഫിലിസ് എന്ന് പറയുന്ന അസുഖത്തിന് കാരണമായിട്ടുള്ള ബാക്ടീരിയയുടെ പേരെന്ന് പറഞ്ഞേ. ബാക്ടീരിയ സിഫിലിസ് ഏതാണ്? ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആണ് കേട്ടോ. ട്രിപ്പോണിമ പാലിഡം. പിന്നെ which blood group is known as a universal donor? Which blood group is known as universal donor? O negative. O negative കേട്ടോ. ആർക്കോ O negative ആണ്. Then which blood group is known as a universal recipient? Universal recipient AB positive. AB negative. AB negative. AB Negative. നെഗറ്റീവ് അല്ല, AB പോസിറ്റീവ് ആണ് കേട്ടോ. AB പോസിറ്റീവ് ആണ് യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. മാറിപ്പോവരുത് കേട്ടോ, സൈനുകൾ മാറിപ്പോവരുത് കേട്ടോ. ഓപ്ഷനായിട്ട് AB നെഗറ്റീവ് ഉണ്ടാവും, അപ്പൊ അവിടെ പോയി മാർക്ക് ചെയ്യരുത്. AB പോസിറ്റീവ് ആണ് കേട്ടോ. ഓക്കെ, AB പോസിറ്റീവ്. അതുപോലെ O നെഗറ്റീവ് ആണ് എന്ത് ഈ പറയുന്ന ഡോക്ടർ അല്ലേ? ഓക്കെ, the plasma protein which is responsible for the blood clotting ഏതാന്ന് പറഞ്ഞേ? which plasma protein is responsible for the blood clot? Fibrinogen. Correct ആണ്, ഫൈബ്രിനോജൻ ആണ് അല്ലെ? ഇനി which blood cell is responsible for the blood clot? Which blood cell is responsible for Platelets. okay, the blood cell that is responsible for the oxygen transportation ഏതാണ്? ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷന് ഇതാണ് RBC. കറക്റ്റ് ആണ് കേട്ടോ. Then which blood cell is responsible for fight the infections? White blood cell. White blood cells. അതെ, white blood cells കേട്ടോ. Then what is the liquid portion of the blood is known as? Plasma. Fluid part of the blood is known as? The fluid part of the blood അല്ലെ? ബ്ലഡിന്റെ ഫ്ലൂയിഡ് പാർട്ട് എന്ന് അറിയപ്പെടുന്ന ഏതാണ്? പ്ലാസ്മയാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ ആണ്. ഇത്രയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പഠിച്ചത് കേട്ടോ. പിന്നെ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടിരുന്നു. അപ്പൊ ഇനി നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഓൾ മ്യൂട്ട് ചെയ്യാനേ. അപ്പൊ നമ്മള് ട്രാൻസ്ഫ്യൂഷൻ എന്താന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ് അത് നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ. എന്താണ് ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ബ്ലഡ് ബാങ്ക് മാനേജർ? ഒരു ബ്ലഡ് ബാങ്ക് മാനേജറുടെ ജോബ് റെസ്പോൺസിബിലിറ്റി, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഓരോ പോയിന്റും ക്ലിയർ ചെയ്ത് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഫസ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് എ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്. എന്താണ് എ ബ്ലഡ് ബാങ്ക് മാനേജർ ആക്ട് ആസ് എ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക് അല്ലെ? ഒരു മുഴുവൻ ബ്ലഡ് ബാങ്കിന്റെയും ഹെഡ് ആയിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ആരാണ്? ഹു ഈസ് ദ ഹെഡ് ഓഫ് ദ എൻറ്റയർ ബ്ലഡ് ബാങ്ക്? ബ്ലഡ് ബാങ്ക് മാനേജർ ആണ്. ആണല്ലോ? ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ്? സെക്കൻഡ് പോയിന്റ് നോക്കി. He or she is at the helm of the daily operations at the blood bank, checking expenses, conducting inspections, and working with the third party services. ഇവിടെ ഒരു തിരുത്തലുണ്ട് കേട്ടോ. ഇവിടെ ഹാൻഡ് പാർട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹാൻഡ് എന്നാണ്, ഹാൻഡ് വെട്ടുക കേട്ടോ. ഹാൻഡ് എന്ന് വെട്ടിയിട്ട് തേർഡ് എന്നാക്കുക. തേർഡ്, THIRD, തേർഡ് കേട്ടോ. തേർഡ് പാർട്ടി സർവീസസ് ആക്കുക കേട്ടോ. കേട്ടോ, ഞാൻ പറഞ്ഞ കാര്യം കേട്ടോ? ഹാൻഡ് പാർട്ടി അല്ല, ഹാൻഡ് വെട്ട. തേർഡ് എന്നാക്കുക കേട്ടോ. THIRD, തേർഡ് പാർട്ടി സർവീസസ് അങ്ങനെ വായിക്കണം കേട്ടോ.
അപ്പൊ എന്താ പറയുന്നത്? ഹി ഓർ ഷീ ഈസ് അറ്റ് ദ ഹെൽം ഓഫ് ദ ഡെയിലി ഓപ്പറേഷൻസ് അറ്റ് ദ ബ്ലഡ് ബാങ്ക്. കേട്ടോ, ടെക്സ്റ്റിൽ കറക്റ്റ് ആണോ? ഓക്കെ ഓക്കെ ഓക്കെ, ശരി കേട്ടാ. എന്റെ സ്ക്രീനിനകത്ത് തെറ്റാണ് കൊടുത്തേക്കുന്നത്, ടെക്സ്റ്റിൽ ഓക്കെ ആണല്ലോ, അപ്പൊ പ്രശ്നമില്ല കേട്ടോ. സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾ സ്ക്രീനിൽ കിടക്കുന്ന ഹാൻഡ് എന്നാണ് കിടക്കുന്നത് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ തിരുത്താൻ പറഞ്ഞത്. അപ്പം ഈ പറയുന്ന ബ്ലഡ് ബാങ്കിലുള്ള ഡെയിലി ഓപ്പറേഷൻസ് അല്ലെ, ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്ന ദൈനംദിന പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ നേതൃത്വം വഹിക്കുന്ന വ്യക്തിയാണ് ആര്? ബ്ലഡ് ബാങ്ക് മാനേജർ അല്ലെ. ഹെൽം എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയും ചുക്കാൻ പിടിക്കുക എന്നൊക്കെ പറയും അല്ലെ. അതായത് ബ്ലഡ് ബാങ്കിലെ എല്ലാ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്നത് ബ്ലഡ് ബാങ്ക് മാനേജറാണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഡെയിലി ആക്ടിവിറ്റീസിനായിട്ട് കൺട്രോൾ ചെയ്യുന്നത് ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ എന്തൊക്കെ അദ്ദേഹം ചെയ്യുന്നത്? ചെക്കിംഗ് എക്സ്പെൻസസ് അല്ലെ, ഈ പറയുന്ന ചെലവുകൾ അദ്ദേഹം ചെക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ കണ്ടക്ടിങ് ഇൻസ്പെക്ഷൻസ് അല്ലെ, പരിശോധനകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നു. പിന്നെ എന്താണ് പറയുന്നത്? വർക്കിംഗ് വിത്ത് തേർഡ് പാർട്ടി സർവീസസ് അല്ലെ. തേർഡ് പാർട്ടി സർവീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഈ പറയുന്ന ബ്ലഡ് ഡൊണേഷൻ ക്ലബുകള് അല്ലെങ്കിൽ ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻസുകളൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് തേർഡ് പാർട്ടി സർവീസസ് എന്നിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ചാരിറ്റി എന്ന് പറഞ്ഞാൽ അത് തന്നെ, അതായത് നമ്മൾ ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്ലബുകള് ഓർഗനൈസേഷൻസ് ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഓർഗനൈസേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചാരിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അവരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ക്ലിയർ ആണല്ലോ? പോയിന്റ് ക്ലിയർ ആണല്ലോ? മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിംഗ് ടാസ്ക് ഓഫ് പേഴ്സണൽസ്. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണം കേട്ടോ. അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട. എന്താ പറയുന്നത്? അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിംഗ് ടാസ്ക് ഓഫ് പേഴ്സണൽസ്. പേഴ്സണൽസ് എന്ന് പറഞ്ഞാൽ ആരാണ്? സ്റ്റാഫുകളാണ് കേട്ടോ, അവിടുത്തെ എംപ്ലോയീസ് ആണ്, ജീവനക്കാരാണ്. ഈ പറയുന്ന സ്റ്റാഫുകളെ സെലക്ട് ചെയ്യുക അല്ലെ, ശരിയായിട്ടുള്ള സ്റ്റാഫുകളെ തെരഞ്ഞെടുക്കുക, അവർക്ക് വേണ്ട ട്രെയിനിങ് കൊടുക്കുക അല്ലെ, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക, അതുപോലെ തന്നെ ഗൈഡിംഗ് ടാസ്കിൽ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനായിട്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? ബ്ലഡ് ബാങ്ക് മാനേജർ. പിന്നെ എന്ത് വേണം? ഹി ഓർ ഷീ സൂപ്പർവൈസസ് ആൻഡ് ലീഡ്സ് ന്യൂലി ഹയർഡ് സ്റ്റാഫ് ഓൺ ദ വർക്ക് ദേ ഡു ആൻഡ് ഇംപ്ലിമെന്റ് ഡിഫറെന്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കമ്പനി. ട്രെയിനിങ്സ് ആർ ഗിവൻ. അതോടൊപ്പം തന്നെ അദ്ദേഹം എന്ത് ചെയ്യണം? പുതുതായിട്ട് നിയമിക്കപ്പെട്ടിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടായിരിക്കണം അല്ലെ. ന്യൂലി ഹയർഡ് സ്റ്റാഫ് ഉണ്ടാവും, പുതുതായിട്ട് നിയമിച്ച സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും. അപ്പൊ അവരെ സൂപ്പർവൈസ് ചെയ്യുക അല്ലെ, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുത്ത് അവരുടെ ജോലിയിൽ അവരെന്ത് ചെയ്യുക? ലീഡ് ചെയ്യുക അല്ലെ, അവരെ മുന്നോട്ട് കൊണ്ടുപോവുക. അതിന് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുക. അതോടൊപ്പം തന്നെ ആ ഒരു കമ്പനി മീൻസ് ബ്ലഡ് ബാങ്ക് സംബന്ധമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കുക, ആവശ്യത്തിന് വേണ്ട പരിശീലനങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ ഒരു പോയിന്റ് തന്നെയാണ്, പല രീതിയിൽ അവർ പറയുന്നത് മാത്രം കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലായോ? അക്കൗണ്ടബിൾ ഫോർ സെലക്ടിങ്, ട്രെയിനിങ് ആൻഡ് ഗൈഡിംഗ് ടാസ്ക് ഓഫ് പേഴ്സണൽസ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയി വിചാരിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് ഇതാണ്, he also oversees and assesses the gross performance of the staff and ensures that files and records are updated and properly stored. എന്താണ് പറയുന്നത്? He also oversees and assesses the gross performance of the staff. അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ആ ഒരു പ്രകടനം അല്ലെ, അവർ എത്രത്തോളം നന്നായിട്ടാണ് അവരവിടെ പ്രവർത്തിക്കുന്നത്, വളരെ എഫിഷ്യന്റ് ആയിട്ട് അവരവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ. അപ്പൊ ആ ഒരു പ്രകടനം, അവരുടെ ഒരു ലെവൽ ഓഫ് പെർഫോമൻസിനെ കൃത്യമായിട്ട് ഓവർസീ ചെയ്യുക അല്ലെ, കൃത്യമായിട്ട് നിരീക്ഷിക്കുകയും വിലയിരുത്തുകയും ചെയ്യുക. പിന്നെന്താണ്? അതോടൊപ്പം തന്നെ ensures that files and records are updated and properly stored അല്ലെ, ബ്ലഡ് ബാങ്ക് സംബന്ധമായിട്ടുള്ള എല്ലാവിധ ഫയലുകളും റെക്കോർഡുകളും കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പ്രോപ്പർ ആയിട്ട്
സ്റ്റോർ ചെയ്ത് വെക്കാനുള്ളതും ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി ആണ്. ഇപ്പൊ നമ്മള് ബ്ലഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ അവിടെ ഈ പറയുന്ന ഡോണർ റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കും, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ഡോണർ റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ എന്താണ് മാസ്റ്റർ റെക്കോർഡ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് കമ്പോണൻസ്, ആ ഒരു ബ്ലഡ് ബാങ്കിലുള്ള ബ്ലഡിന്റെ ബ്ലഡ് കമ്പോണന്റിന്റെ ഒക്കെ കൃത്യമായിട്ടുള്ള റെക്കോർഡുകളൊക്കെ ഉണ്ടായിരിക്കും. ഇഷ്യൂവിംഗ് രജിസ്റ്റർ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആർക്കൊക്കെ ബ്ലഡ് കൊടുക്കുന്നുണ്ട് അവരുടെ പേര് വിവരങ്ങളൊക്കെ മറ്റും രേഖപ്പെടുത്തിയിട്ടുള്ള റെക്കോർഡുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ ഇൻസിഡന്റ് റെക്കോർഡ് ഉണ്ടായിരിക്കും. അതായത് നമ്മൾ ഈ ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ നടത്തുമ്പോൾ എന്തെങ്കിലും പ്രതികൂല സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ രേഖപ്പെടുത്തുന്ന ഇൻസിഡന്റ് റെക്കോർഡുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള ഫയലുകളും റെക്കോർഡുകളൊക്കെ പ്രോപ്പർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കാന്നുള്ളതും ആരുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, ഇതാണ് അവിടെ പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? പിന്നെ എന്താ പറയുന്നത്? അപ്പാർട്ട് ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അതൊന്നും കൂടെ പറയാം നമുക്ക്. നെക്സ്റ്റ് കേട്ടോ, അടുത്ത പോയിന്റ് ആണ് അപ്പാർട്ട് ഫ്രം ദ മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ബാങ്ക് സ്റ്റാഫ്, the blood bank manager is also responsible for developing center programs such as ബ്ലഡ് ഡൊണേഷൻ മന്ത്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ 4 പോയിന്റുകൾ എന്താണ്? ഈ പറയുന്ന സ്റ്റാഫുകളെ മാനേജ് ചെയ്യുക, അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക, അവർക്ക് വേണ്ട പരിശീലനങ്ങൾ കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഇത് മാത്രമാണോ ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി? അല്ല. പിന്നെ എന്തുകൊണ്ട്? അതാണ് അവിടെ പറയുന്നത് അല്ലെ. ബ്ലഡ് ബാങ്ക് സ്റ്റാഫുകളെ മാനേജ് ചെയ്യുക, അതിനേക്കാൾ ഉപരി ഒരു ബ്ലഡ് ബാങ്ക് മാനേജർ എന്ന് പറഞ്ഞ അദ്ദേഹം സെന്റർ പ്രോഗ്രാംസുകൾ ഡെവലപ്പ് ചെയ്യുന്നതിലും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. എന്താണ് സെന്റർ പ്രോഗ്രാം എന്ന് പറഞ്ഞാല്? സെന്റർ പ്രോഗ്രാം അതായത് ബ്ലഡ് ബാങ്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പല പ്രോഗ്രാമുകൾ പ്രത്യേകം അവർ പറയുന്നുണ്ട്. സച്ച് എസ് ബ്ലഡ് ഡൊണേഷൻ മന്ത്. ഏതാണ് ബ്ലഡ് ഡൊണേഷൻ മന്ത്? ഏതാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ബ്ലഡ് ഡൊണേഷൻ മന്ത് ഏതാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്ത് നോക്കി? ഏതായിരിക്കും ബ്ലഡ് ഡൊണേഷൻ മന്ത്? ഏതാണെന്ന് അറിയാമോ? ആർക്കും അറിയില്ല. ജനുവരി ആണ് കേട്ടോ. ഇതാണ് ജനുവരി ആണ് കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോ. ബ്ലഡ് ഡൊണേഷൻ മന്ത് ആയിട്ട് പറയുന്നത് ജനുവരി ആണ്. അപ്പൊ സാധാരണ ഇങ്ങനെ ബ്ലഡ് ഡൊണേഷൻ മാസങ്ങൾ ജനുവരി മാസമൊക്കെ വരുന്ന സമയത്ത്, അപ്പൊ മാത്രമല്ല ഇപ്പൊ വേണമെങ്കിലും ആവാം കേട്ടോ. അപ്പൊ ഈ പറയുന്ന സെന്റർ പ്രോഗ്രാംസുകൾ, സെന്റർ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ബ്ലഡ് ഡൊണേഷനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അവയർനെസ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ബ്ലഡ് ഡൊണേഷൻ പ്രോഗ്രാമുകളൊക്കെ നമുക്ക് കണ്ടക്ട് ചെയ്യാം. അതുപോലെ അങ്ങനെയൊക്കെ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ സ്ഥിരമായിട്ട് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നമുക്ക് ഇൻവൈറ്റ് ചെയ്ത് അവരെ ആദരിക്കുന്ന ചടങ്ങുകളൊക്കെ നമുക്ക് വെക്കാം. പിന്നെ മാത്രമല്ല അപ്പൊ അതിലൂടെ നമുക്ക് ആളുകളിലേക്ക് കൂടുതൽ ആ ഒരു ബ്ലഡ് ഡൊണേഷന്റെ ആ ഒരു പ്രാധാന്യം, ആ ഒരു എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് നല്ലൊരു അവയർനെസ് ഒക്കെ കൊടുക്കാനായിട്ട് സാധിക്കും. ആ രീതിയിലുള്ള സെൻട്രൽ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാന്നുള്ളതും ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അത്രയുള്ള പോയിന്റുകൾ പഠിക്കാനായിട്ട് കേട്ടോ. എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്? ബ്ലഡ് ബാങ്ക് മാനേജറുടെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ഒന്ന്, എൻറ്റയർ ബ്ലഡ് ബാങ്കിന്റെ ഒരു ഹെഡായിട്ട് പ്രവർത്തിക്കുന്നത് അദ്ദേഹമാണ്. അത് മാത്രമല്ല ബ്ലഡ് ബാങ്കിൽ നടത്തുന്ന ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത്, സൂപ്പർവൈസ് ചെയ്യുന്നത് അദ്ദേഹമാണ്. അദ്ദേഹം ചെലവുകൾ പരിശോധിക്കുന്നു, അതുപോലെ പരിശോധനകൾ കണ്ടക്ട് ചെയ്യുന്നു, മറ്റ് തേർഡ് പാർട്ടി സർവീസുകളുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുന്നു അല്ലെ. പിന്നെന്താണ്? ഈ പറയുന്ന സ്റ്റാഫുകളെ തെരഞ്ഞെടുക്കുക അല്ലെ. ബ്ലഡ് ബാങ്കിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകൾ തെരഞ്ഞെടുക്കുക, അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ കൊടുക്കുക, മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കുക. അതുപോലെ പുതുതായിട്ട് നിയമിക്കുന്ന സ്റ്റാഫുകൾക്ക് അവരുടെ വർക്കിൽ അവരെ ലീഡ് ചെയ്യാനായിട്ടുള്ള ആ ഒരു എന്താ പറയാ സൂപ്പർവിഷൻ കൊടുക്കുക. അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക് സംബന്ധമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെ, കൃത്യമായിട്ടുള്ള നയങ്ങള് റെഗുലേഷൻസുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുക. പിന്നെന്താ നമ്മൾ പറയുന്നത്? അവിടെ പ്രവർത്തിക്കുന്ന സ്റ്റാഫുകളുടെ പെർഫോമൻസിനെ ഓവർസീ ചെയ്യുക അല്ലെ, അതിനെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് വിലയിരുത്തുക. പിന്നെ ബ്ലഡ് ബാങ്ക് സംബന്ധമായിട്ടുള്ള ഫയലുകള്, റെക്കോർഡുകള് അതൊക്കെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. പിന്നെ ബ്ലഡ് ഡൊണേഷൻ മന്ത് പോലെ അങ്ങനത്തെ മാസങ്ങളൊക്കെ വരുമ്പോൾ ബ്ലഡ് ബാങ്കിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് സെൻട്രൽ പ്രോഗ്രാമുകളൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും അദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്. ഓക്കെ ആണോ? മനസ്സിലായോ പറഞ്ഞത്? പോയിന്റുകൾ ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ക്ലിയർ ആണ്. ഇനി അടുത്തത് കേട്ടോ, നെക്സ്റ്റ് വരുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷുവർ. ഇനി ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ
എന്തൊക്കെയാണ് അല്ലെ? നിങ്ങൾക്കറിയാം നമ്മൾ പഠിക്കുന്ന കോഴ്സ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ? അപ്പൊ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കിയേ, ടു കീപ് ദ പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. എന്താണ് പറയുന്നത്? ടു കീപ് പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. അതായത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോളിന്റെ ശരിയായിട്ടുള്ള സംവിധാനം അവിടെ നിലനിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ? നമുക്കറിയാം ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലെ? കൃത്യമായിട്ടൊരു പ്രോട്ടോകോൾ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്ലഡിന്റെ ട്രാൻസ്ഫ്യൂഷനും മറ്റും നടത്തുന്നത് ആണല്ലോ. അതിന് നമ്മൾ ഏജ് പറഞ്ഞു, അതുപോലെ പല ടെസ്റ്റുകൾ, ബ്ലഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റുകൾ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ടെസ്റ്റിങ്, RH ടൈപ്പ് ടെസ്റ്റിങ്, അതുപോലെ ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രോട്ടോകോൾ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ട് ചെയ്തിട്ടാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ ഒക്കെ നടത്തുന്നത്. അപ്പൊ അങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോളിന്റെ ശരിയായിട്ടുള്ള സംവിധാനങ്ങൾ ബ്ലഡ് ബാങ്കിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്? വെരിഫൈ ഇൻസിഡന്റ് ഫോംസ് റിലേറ്റഡ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ്. പിന്നെന്താണ്? പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. അതോടൊപ്പം തന്നെ നമ്മുടെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലെ? ട്രാൻസ്ഫ്യൂഷൻ മൂലം ഉണ്ടാവുന്ന ചില പ്രതികൂല സംഭവങ്ങളെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ഏതെങ്കിലും ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ രേഖകൾ, അതിന്റെ ഇൻസിഡന്റ് ഫോമുകൾ, അത്തരം ഇൻസിഡന്റുകളുടെ ഒക്കെ റെക്കോർഡുകൾ കൃത്യമായിട്ട് വെരിഫൈ ചെയ്യണം. അതോടൊപ്പം തന്നെ പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്, നേരത്തെ പറഞ്ഞാണ് അല്ലെ? ബ്ലഡ് ബാങ്കിനകത്തുള്ള റെക്കോർഡുകളുടെ ഒക്കെ പ്രോപ്പർ മെയിൻ്റനൻസ് ഒക്കെ കൃത്യമായിട്ട് അവിടെ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കേണ്ടതും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് കേട്ടോ, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്റ്റ്. അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്കിനകത്ത് ഈ പറയുന്ന ബ്ലഡും ബ്ലഡ് പ്രോഡക്റ്റ് ഒക്കെ പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ, ശരിയായിട്ടുള്ള രീതിയിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടോ, സ്റ്റോറേജ് പ്രോപ്പർ ആണോ എന്നൊക്കെ ഉറപ്പാക്കേണ്ടത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? ദി ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ എന്ന് പറഞ്ഞ സ്റ്റാഫുകളാണ് കേട്ടോ. അതായത് ഈ പറയുന്ന ബ്ലഡ് ബാങ്ക് അത് കൺട്രോൾ ചെയ്യുന്നത് വളരെ ട്രെയിനഡ് ആയിട്ടുള്ള, പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കണം. അങ്ങനെയാണോ എന്ന് ഉറപ്പാക്കേണ്ടത് അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണല്ലോ. എന്നുവെച്ചാൽ അത്രയും വളരെ എന്താ പറയാ, ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, അത്രയും ട്രെയിനഡ് ആയിട്ടുള്ള, വളരെ പ്രൊഫഷണലി സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കണം. അങ്ങനെയുള്ള സ്റ്റാഫുകളെ നിയമിക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? അവിടുത്തെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ഉണ്ട്. പിന്നെ എന്താ പറയുന്നത്? മേക്ക് ദ അറേഞ്ച്മെന്റ്സ് ഫോർ മീറ്റിംഗ്സ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്, ആൾസോ ടു റിവൈസ് ദ എക്സിസ്റ്റിംഗ് പോളിസീസ്. അതായത് ഈ ഡിപ്പാർട്ട്മെന്റ് സംബന്ധമായിട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ, ഏതൊരു ഹോസ്പിറ്റൽ എടുത്തതിനകത്ത് ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളേക്കും അവർ ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ചില ഡെഫിഷ്യൻസി, മറ്റു പല പ്രോബ്ലംസുകളൊക്കെ ഉണ്ടായിരിക്കും. ആ രീതിയിൽ ഈ പറയുന്ന ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള വകുപ്പ് തല പ്രശ്നങ്ങൾ തിരിച്ചറിയാനും അതിന് പരിഹാരം കാണുന്നതിനുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യാം അല്ലെ? മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ എന്താണ്? ആൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസി അല്ലെ? നിലവിലുള്ള ചില നയങ്ങളൊക്കെ പരിഷ്കരിക്കാം. നമ്മളിങ്ങനെ പല പ്രോബ്ലംസുകൾ വരുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ പല പോളിസികൾ നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വരിക, അല്ലെങ്കിൽ ചിലപ്പോൾ നിലവിലുള്ള ചില പോളിസികൾ നമുക്ക് പരിഷ്കരിക്കേണ്ടതായിട്ടൊക്കെ വരും. അങ്ങനെ ഓരോ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോഴാണ് നമുക്ക് അത് അനലൈസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനെ പല സാഹചര്യങ്ങൾ വരിക. ആ രീതിയിൽ നിലവിലുള്ള പോളിസികളൊക്കെ പരിഷ്കരിക്കുക, അതൊക്കെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവാദിത്വമാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ എന്തൊക്കെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത്? ഒരു ബ്ലഡ് ബാങ്കിൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഒന്നാമത് നമ്മൾ പറഞ്ഞത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോളിന്റെ ശരിയായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കണം. അതുപോലെ തന്നെ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഇൻസിഡന്റുകൾ കൃത്യമായിട്ട് വിലയിരുത്തണം. അതുപോലെ ബ്ലഡ് ബാങ്കിനകത്ത് എല്ലാ റെക്കോർഡുകളും പ്രോപ്പർ ആയിട്ട് മെയിൻ്റനൻസ് നടത്തേണ്ടതും ആര് തന്നെയാണ്? അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ആണ്. പിന്നെ ഈ പറയുന്ന ബ്ലഡ് ബാങ്കിനകത്ത് ബ്ലഡും മറ്റുള്ള ബ്ലഡ് പ്രോഡക്റ്റുകളും പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പാക്കണം. പിന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യുന്നത് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള, ട്രെയിനഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കണം, അത് ഉറപ്പാക്കണം.
പിന്നെ പറയുന്നത് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സംബന്ധമായിട്ട് ഈ വകുപ്പ് തല പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തിരിച്ചറിയാനും അതിന് പരിഹാരം കാണാനുമുള്ള മീറ്റിങ്ങുകളൊക്കെ ക്രമീകരിക്കാം. പിന്നെ അതുപോലെ തന്നെ നിലവിലുള്ള പല നയങ്ങള് പരിഷ്കരിക്കാം. അതൊക്കെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യേണ്ട കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ഉറപ്പാക്കേണ്ട കാര്യങ്ങളാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? എല്ലാ പോയിന്റുകളും ക്ലിയർ ആയോ നിങ്ങൾക്ക്? അല്ലേ? ഇതോട് കൂടിയിട്ട് നമ്മുടെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു അല്ലെ. നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് അല്ലെ. ആദ്യം നമ്മൾ പറഞ്ഞത് ബ്ലഡ് ബാങ്ക് എന്ന് പറയുമ്പോൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു, വിതരണം ചെയ്യുന്നു, അങ്ങനെ മാത്രമായിരുന്നു അല്ലെ. പക്ഷെ നമ്മൾ ഇത് പഠിച്ചത് നമുക്ക് മനസ്സിലായി ഇത്രയേറെ കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്, ബ്ലഡ് ബാങ്കിനകത്ത് ചെയ്യുന്നുണ്ട്. അപ്പൊ ട്രാൻസ്ഫ്യൂഷൻ എന്താണ്, അതുപോലെ തന്നെ കമ്പാറ്റബിലിറ്റി ടെസ്റ്റ് എന്താണ് അല്ലെ, അതുപോലെ തന്നെ ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിന്റെ ലൊക്കേഷൻ എന്തൊക്കെയാണ്, പിന്നെ ബ്ലഡ് ബാങ്ക് സംബന്ധമായിട്ടൊരു ഓർഗാനോഗ്രാം നമ്മൾ പഠിച്ചു അല്ലെ. പിന്നെ എന്തൊക്കെ ടെസ്റ്റുകളാണ് ഒരു ബ്ലഡ് ബാങ്കിനകത്ത് നടക്കുന്നത്, ഇങ്ങനെയൊക്കെ കാര്യം. പിന്നെ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആവശ്യമായിട്ട് വരുന്നത്, ബ്ലഡ് ബാങ്ക് മാനേജറുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്, ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അവിടെ ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയൊക്കെയാണ് നമ്മളിവിടെ പഠിച്ചത്. ഓക്കെ ആണല്ലോ? എളുപ്പമാണല്ലോ? മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് പുതിയൊരു ചാപ്റ്ററിലോട്ട് കടക്കാം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പുതിയ ചാപ്റ്റർ ഇതാണ്, ഫാർമസി ആണ് കേട്ടോ. ഫാർമസി അതായത് നമ്മുടെ മൊഡ്യൂൾ 2-നകത്തെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ. ആദ്യത്തെ ചാപ്റ്റർ അല്ലേ ഫാർമസി. അത് നമുക്ക് എടുക്കാം കേട്ടോ. തുടങ്ങാം. അതും കുഴപ്പമില്ല. ഓക്കെ, പഠിക്കാനായിട്ട് എളുപ്പമാണ്. നമ്മൾ ഒരുപാട് ഡീപ്പായിട്ടൊന്നും പഠിക്കുന്നില്ല കേട്ടോ. അപ്പൊ എന്താണ് ഫാർമസി കേട്ടോ? ചാപ്റ്റർ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് മൊഡ്യൂൾ 2-നകത്തെ ആദ്യത്തെ ചാപ്റ്റർ ആണ് കേട്ടോ. ഇത് നമ്മള് പഠിക്കാനായിട്ട്. ഫാർമസി എന്താണ്? ഫാർമസി എല്ലാവർക്കും അറിയാം അല്ലെ. എന്താണ് ഫാർമസി എന്ന് പറഞ്ഞാല്? കഴിഞ്ഞ ശ്രുതി. എന്റെ മൊഡ്യൂൾ 1-ലെ ചാപ്റ്റേഴ്സ് ഞാൻ തീർത്തിട്ടുണ്ട് കേട്ടോ. എനിക്ക് അസൈൻ ചെയ്ത് തന്നിട്ടുള്ള ചാപ്റ്ററുകൾ തീർന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ അവിടെ എടുത്തത് ഇൻട്രൊഡക്ഷൻ എടുത്തു, ഹിസ്റ്ററി, പിന്നെ ക്ലാസിഫിക്കേഷൻ, ഡിപ്പാർട്ട്മെന്റ്സ്, ICU. ഇത്രയും ചാപ്റ്റർ ആണ് മൊഡ്യൂൾ 1-ൽ എനിക്ക് തന്നിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള ചാപ്റ്ററുകൾ മുഴുവൻ എനിക്ക് വരുന്നത് മൊഡ്യൂൾ 2-നകത്താണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഫാർമസി എന്താണ്? ഫാർമസി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം അല്ലെ. ഹോസ്പിറ്റൽ ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണിത്. അത് തന്നെ കറക്റ്റ് ആണ്. മെഡിസിൻ കിട്ടുന്ന ഡിപ്പാർട്ട്മെന്റ് എല്ലാവർക്കും അറിയാം അല്ലെ. നമ്മള് എവിടെ പഠിച്ചിട്ടുണ്ട് ഇത്? ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞപ്പോ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റുകൾ പഠിച്ചില്ലേ? അതിനകത്തൊരു ഡിപ്പാർട്ട്മെന്റ് അല്ലേ ഫാർമസി എന്ന് പറയുന്നത്. അപ്പൊ ഫാർമസി എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് കൊടുക്കുന്ന, എന്നാൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് ഫാർമസി എന്ന് പറയുന്നത് അല്ലെ. മരുന്നുകളൊക്കെ വിതരണം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അത് മാത്രമാണ് ഫാർമസി അല്ല, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ വായിക്കാണ്. Hospital pharmacy is one of the most important departments among several departments of a hospital. ആണല്ലോ, ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇതെന്ന് പറയുന്നത് ഫാർമസി. ഓക്കെ, രണ്ടാമത്തെ പറയുന്നത് നോക്കിയേ, എന്താണ് ഫാർമസി എന്ന് ചോദിച്ചാല് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡെഫിനേഷൻ ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. അതൊന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. വാട്ട് ഈസ് ഹോസ്പിറ്റൽ ഫാർമസി എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ഹോസ്പിറ്റൽ ഫാർമസി ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ വിച്ച് ഹാൻഡിൽസ് പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ്, കോമ്പൗണ്ടിങ്, ഡിസ്പെൻസിംഗ്, മാനുഫാക്ചറിംഗ്, ടെസ്റ്റിംഗ്, പാക്കേജിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ്. എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് ഫാർമസിക്കകത്ത്? അതായത് മരുന്നുകളുടെ പ്രൊക്യൂർമെന്റ് അല്ലെ. എന്താണ് പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് പ്രൊക്യൂർമെന്റ്? പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ സംഭരണം. എന്താണ്? സ്റ്റോറേജ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ, സംഭരണം. മരുന്നുകളുടെ സംഭരണം. പിന്നെന്താണ്? കോമ്പൗണ്ടിങ്. സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് തന്നെയാണ് കേട്ടോ. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പൗണ്ട്
നമ്മൾ പറയില്ല കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ സംയുക്തം എന്നാണ് അല്ലെ. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണെന്നറിയോ? ഇറ്റ് ഈസ് മിക്സിംഗ് ആണ് ശരിക്കും. മിക്സിംഗ് ഓർ ആൾട്ടറിങ് ആൻഡ് പ്രിപ്പയറിംഗ് എ ഡ്രഗ് കേട്ടോ. നമ്മൾ ഈ പറയുന്ന ഒരു മരുന്നുകൾ നമ്മൾ ഒരുപാട് കണ്ടന്റുകൾ ചേർത്തിട്ടാണ് നമ്മൾ ഓരോ മരുന്നുകളും ഉണ്ടാക്കുന്നത് അല്ലെ. ഈ പറയുന്ന മരുന്നുകളിലെ ഓരോ കണ്ടന്റുകളെ മിക്സ് ചെയ്ത് അതിന് പല ആൾട്ടറേഷൻ ഒക്കെ വരുത്തിയിട്ട് അല്ലെ. അതിന്റെ ചില കമ്പോണന്റുകൾ നമ്മൾ കൂട്ടി കുറച്ചൊക്കെയാണ് നമ്മൾ ആൾട്ടർ ചെയ്യും അല്ലെ, മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് പ്രിപ്പയറിംഗ് എ ഡ്രഗ്, നമ്മളൊരു ഡ്രഗ് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കോമ്പൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മിക്സിംഗ്, ആൾട്ടറിംഗ് ആൻഡ് പ്രിപ്പയറിംഗ് എ ഡ്രഗ് അല്ലെ. അതായത് ഒരു മരുന്നുകൾ നമ്മൾ അതിലെ കണ്ടന്റുകളൊക്കെ മിക്സ് ചെയ്ത് അത് ഈ പറയുന്ന പല ആൾട്ടറേഷൻ ഒക്കെ വരുത്തിയിട്ട് അല്ലെ, പല കണ്ടന്റിന് ചില കണ്ടന്റ് കൂട്ടിയിടണം, ചിലതിൽ കുറയ്ക്കണം, അങ്ങനെ ആൾട്ടറേഷൻ വരുത്തിയിട്ട് ആൾട്ടർ ചെയ്തിട്ട് നമ്മളൊരു ഡ്രഗ് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് കോമ്പൗണ്ടിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള കോമ്പൗണ്ടിങ് ഉണ്ട്. പിന്നെന്താണ്? ഡിസ്പെൻസിങ് ഉണ്ട് അല്ലെ, വിതരണമുണ്ട്. പിന്നെന്താണ്? മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അല്ലെ, മരുന്നുകൾ നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. പിന്നെന്താണ്? ടെസ്റ്റിംഗ് അല്ലെ, മരുന്നുകളുടെ കൃത്യമായിട്ടുള്ള ടെസ്റ്റിംഗ്. പിന്നെന്താണ്? പാക്കേജിങ് അല്ലെ, പിന്നെന്താണ്? ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, മരുന്നുകളുടെ വിതരണം. ഇവയെല്ലാം കൈകാര്യം ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ വിതരണം മാത്രമല്ല ഒരു ഫാർമസിക്കകത്ത് നടക്കുന്നത് മരുന്നുകളുടെ സ്റ്റോറേജ്, അതിന്റെ കോമ്പൗണ്ടിങ്, അതിന്റെ മാനുഫാക്ചറിങ്, ടെസ്റ്റിംഗ്, പാക്കേജിങ്, ഡിസ്ട്രിബ്യൂഷൻ, ഇത്രയേറെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഹോസ്പിറ്റൽ ഫാർമസി is defined as that department of a hospital which handles procurement, storage, compounding, dispensing, manufacturing, testing, packaging and distribution of drugs. അടുത്ത പോയിന്റ് നോക്കിയേ. ഇറ്റ് ഈസ് ആൾസോ റിലേറ്റഡ് ടു എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഇൻ ഫാർമസ്യൂട്ടിക്കൽ സർവീസസ്. അപ്പൊ അത് മാത്രമാണോ? അല്ല. ഫാർമസി എന്ന് പറയുന്നത് എന്താണ്? ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എഡ്യൂക്കേഷനും റിസർച്ചുമായിട്ടും എന്തിന് ബന്ധമുണ്ട്? ഫാർമസിക്ക് ബന്ധമുണ്ട് അല്ലെ. നമുക്കറിയാം ഒരുപാട് ഫാർമസി കോഴ്സുകളൊക്കെ ഉണ്ട് അല്ലെ. ഡി ഫാം ഡി എന്നൊക്കെ പറയുന്ന ഒത്തിരിയേറെ ഫാർമസി കോഴ്സുകളുണ്ട്. പ്രൊഫഷണൽ കോഴ്സുകളാണ് അല്ലെ. അത് ഈ പറയുന്ന ഫാർമസി എന്ന് പറയുന്നത് അത് ഈ പറയുന്ന എഡ്യൂക്കേഷനും റിസർച്ചും ഒക്കെ ആയിട്ട് ബന്ധമുള്ളൊരു ഡിപ്പാർട്ട്മെന്റ് കൂടിയാണ് അല്ലെ. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? A hospital pharmacy is governed by a professionally efficient and ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ് ആണല്ലോ. ഒരു ഫാർമസി ആരായിരിക്കും കൈകാര്യം ചെയ്യുന്നുണ്ടാവുക? ഒരു ഫാർമസി ഹാൻഡിൽ ചെയ്യുന്നത് വളരെ പ്രൊഫഷണലി എഫിഷ്യന്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ആണ് അല്ലെ. ഫാർമസിസ്റ്റ് ആണ് ഇതിനെ കൈകാര്യം ചെയ്യുന്നത്? ഫാർമസിനെ കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞില്ലേ ബ്ലഡ് ബാങ്കിന്റെ കാര്യങ്ങൾ നോക്കുന്നത് ബ്ലഡ് ബാങ്ക് മാനേജർ എന്നതുപോലെ ഫാർമസിയുടെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ആരായിരിക്കും? അതൊരു സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണലി എഫിഷ്യന്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? പിന്നെന്താണ്? ഇനി ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റുകളുടെ ഉത്തരവാദിത്തം എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആർ അക്കൗണ്ടബിൾ ഫോർ ദ ഓർഡറിംഗ്, quality testing, storing and security of drugs and medicines in hospitals അല്ലെ. അതായത് ഒരു ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റിന്റെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? അദ്ദേഹം എന്ന് പറഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഓർഡർ കൊടുക്കുക അല്ലെ, ഓർഡർ ചെയ്യണം. അതുപോലെ തന്നെ ക്വാളിറ്റി ടെസ്റ്റിംഗ് അല്ലെ, വരുന്നത് നിർമ്മിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ വാങ്ങുന്നതോ ആയിട്ടുള്ള മരുന്നുകളുടെ ക്വാളിറ്റികൾ പ്രോപ്പർ ആയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പിന്നെ സ്റ്റോറിംഗ് ആണ് അല്ലെ, ഇത് സംഭരിച്ച് വെക്കണം. പിന്നെന്താണ്? സെക്യൂരിറ്റി ഓഫ് ഡ്രഗ്സ് അല്ലെ, അതായത് മരുന്നുകൾ വളരെ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ച് വെക്കണം. ഒരുപാട് മരുന്നുകളുണ്ട്, പല ടൈപ്പ് മരുന്നുകളുണ്ട് അല്ലെ. അതിൻ്റെതായ രീതിയിൽ എന്ത് വെക്കണം? സുരക്ഷിതമായിട്ട് അവിടെ വെക്കണം അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? അവിടുത്തെ ഫാർമസിസ്റ്റിനാണ് ഉള്ളത്. പിന്നെ എന്താ പറയുന്നത്? They must also make sure an adequate supply of medicine. അതോടൊപ്പം തന്നെ ആ ഒരു ഹോസ്പിറ്റലിലെ ആവശ്യത്തിനനുസരിച്ചുള്ള മരുന്ന് വിതരണം ഉറപ്പാക്കുന്നതും ആര് തന്നെയാണ്? ഫാർമസിസ്റ്റുകളാണ് അല്ലെ. അതായത് ശരിയായ സമയത്ത് കൃത്യമായിട്ടുള്ള ആവശ്യമുള്ള സമയത്ത് മരുന്നുകൾ അവിടെ വിതരണം നടത്തണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഹോസ്പിറ്റലിന്റെ മെഡിസിനുകളുടെ വിതരണം ഉറപ്പാക്കുന്നത്, അത് ആവശ്യത്തിനനുസരിച്ചുള്ള മരുന്നുകളുടെ വിതരണം ഉറപ്പാക്കുന്നതും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഫാർമസി എന്താണെന്നുള്ള ഐഡിയ നമുക്ക് കിട്ടിയില്ലേ? ഫാർമസി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്? മരുന്നുകളുടെ പ്രൊക്യൂർമെന്റ് ഉണ്ട്, സ്റ്റോറേജ് ഉണ്ട്, ഡിസ്പെൻസിംഗ് ഉണ്ട്, മാനുഫാക്ചറിംഗ് ഉണ്ട്, ടെസ്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷനും നടത്തുന്നുണ്ട്.
ഉണ്ട്. പിന്നെ ഫാർമസി എന്ന് പറയുന്നത് അത് എന്താ പറയാ, ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ റിസർച്ച് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ ഒരു ഫാർമസി ആരായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്? പ്രൊഫഷണലി എഫിഷ്യന്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാർമസിസ്റ്റ് ആയിരിക്കും ഫാർമസിയെ കൈകാര്യം ചെയ്യുന്നത്. ഫാർമസിസ്റ്റിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഓർഡർ കൊടുക്കുക, ഓർഡർ ചെയ്യുക, ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ഇതൊക്കെ അവരുടെ ഉത്തരവാദിത്തമാണ്. അതോടൊപ്പം തന്നെ എന്താണ്, ആവശ്യത്തിനനുസരിച്ചുള്ള മരുന്നുകളുടെ വിതരണം ഉറപ്പാക്കേണ്ടതും ഫാർമസിസ്റ്റിന്റെ ജോലിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മനസ്സിലായല്ലോ? നെക്സ്റ്റ് വരുന്നത് കേട്ടോ, ഫങ്ഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫാർമസി. ഇനി ഒരു ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഫങ്ഷനുകൾ, അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അത് ഓരോന്നും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, അത് അവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഓപ്ഷൻസ് ഒക്കെ തന്നിട്ട് ചോദിക്കും. താഴെ തന്നിരിക്കുന്നതില് ഫാർമസിയുടെ ഫംഗ്ഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏതാണ്, ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതാണ് എന്നൊക്കെ ചോദിക്കും. ഇനി നമ്മൾ ഫംഗ്ഷൻസ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് പഠിക്കും. അപ്പൊ ഏകദേശം ഇതും അതൊക്കെ ഏകദേശം ഒരുപോലെ നമുക്ക് ഫീൽ ചെയ്യും. പോയിന്റുകളൊക്കെ കേൾക്കുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പക്ഷെ മാറിപ്പോകരുത് കേട്ടോ. ആ രീതിയിൽ നിങ്ങൾ ഓരോ പോയിന്റ് എങ്ങനെയാന്ന് വെച്ച് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ നോക്കാം നമുക്ക് ഫങ്ഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ ഫാർമസി. ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്. എന്താണ് ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്? എന്താണ് ഫോർകാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ് ഫോർകാസ്റ്റ്? പ്രഡിക്ഷൻ ആണ് അല്ലെ, പ്രവചനം. നിങ്ങൾ കേട്ടിട്ടില്ലേ ഫോർകാസ്റ്റ് ഓഫ് വെദർ എന്നൊക്കെ പറയണ കേട്ടിട്ടില്ലേ, കാലാവസ്ഥ പ്രവചനം. എന്നതുപോലെ ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ് ആണ് അല്ലെ. അതായത് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ ആവശ്യകതകളെ പറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ ഉണ്ടായിരിക്കണം. അതൊരു ഫാർമസിയുടെ ഭാഗത്ത് അവർ ചെയ്യേണ്ട ഒരു കാര്യമാണ് അല്ലെ. അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ എത്രത്തോളം മരുന്നുകൾ, ഏതൊക്കെ മരുന്നുകൾ, എങ്ങനെയൊക്കെയുള്ള മരുന്നുകൾ ആവശ്യമുണ്ട്, അതിൻ്റെ ഒരു ഡിമാൻഡ്. ഓരോ മരുന്നിന്റെ ഡിമാൻഡ് വ്യത്യാസം ഉണ്ടാവും. ചിലത് വളരെ എന്താ പറയാ, ഇപ്പൊ എമർജൻസി ഡ്രഗ്സ് ഒക്കെ ആണെങ്കിൽ അതിന്റെ ഡിമാൻഡ് കൂടുതലായിരിക്കും അല്ലെ. അതുപോലെ ജനറൽ ഡ്രഗ്സ് ഉണ്ട്, അവിടെ വരുന്ന കേസുകളെ ആശ്രയിച്ചിട്ടാണ് നമുക്ക് ഓരോ മരുന്നുകളുടെ ഡിമാൻഡ് നിശ്ചയിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഓരോ മരുന്നുകളുടെ, അതായത് ആ മരുന്നുകളുടെ ആവശ്യകതകളെ പറ്റിയുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ അത് ആര് നടത്തണം? ഈ പറയുന്ന ഫാർമസിക്ക് ഉണ്ടായിരിക്കണം അല്ലെ. അതിനകത്ത് എന്തൊക്കെ വരുന്നുണ്ട്? പ്രൊവിഷനിങ്. പ്രൊവിഷനിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാല് ഈ പറയുന്ന ഓർഡറിങ് ആൻഡ് പർച്ചേസിങ്, അല്ലെങ്കിൽ പർച്ചേസിങ് ഓർ പ്രൊക്യൂർമെന്റ് ഓഫ് ഡ്രഗ്സ് കേട്ടോ. നമ്മൾ ഈ മരുന്നുകൾ പർച്ചേസ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതിനെയൊക്കെയാണ് നമ്മളിവിടെ പ്രൊവിഷനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നമ്മൾ പർച്ചേസ് ചെയ്യില്ലേ, മരുന്നുകൾ പർച്ചേസ് ചെയ്യുന്നതും അതുപോലെ തന്നെ എന്താ പറയാ സ്റ്റോറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഈ പർച്ചേസ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതും പേഷ്യൻസിന്റെ കാര്യമല്ലാട്ടോ പറയുന്നത്. ഫാർമസി ഈ പറയുന്ന മരുന്നുകൾ, ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് മരുന്നുകൾ പർച്ചേസ് ചെയ്യുന്നതും സ്റ്റോർ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതാണ് ഇവിടെ പ്രൊവിഷനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നോക്കിയ പർച്ചേസിംഗ് ഉണ്ട്, റിസീവിംഗ് ഉണ്ട്, ഇൻസ്പെക്ഷൻ പരിശോധനകൾ നടത്താം, ക്വാളിറ്റി ടെസ്റ്റുകൾ, പിന്നെ സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ഫാർമസിയുടെ പ്രവർത്തനങ്ങളാണ് അല്ലെ. ഒന്നാമത്തെ പോയിന്റ് എന്താണ്? ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ് കേട്ടോ. ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ് എന്ന് ഉദ്ദേശിച്ചേ ഉള്ളൂ മരുന്നുകളുടെ ആവശ്യകതകളെ പറ്റിയുള്ള ഒരു പ്രഡിക്ഷൻ നടത്തേണ്ടത് ഫാർമസിയാണ്. അതിനകത്ത് വരുന്നതാണ് ഈ പറയുന്ന പർച്ചേസ്, ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി ടെസ്റ്റ്, സ്റ്റോറേജ്, ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ ഫാർമസിയുടെ ഫങ്ഷൻസ് ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്? സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലൈയേഴ്സ്. ഇതാണ് സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലൈയേഴ്സ്. അതായത് വളരെ വിശ്വാസയോഗ്യമായിട്ടുള്ള, വിശ്വാസ്യതയുള്ള സപ്ലൈയേഴ്സിനെ തെരഞ്ഞെടുക്കുക. അത് ഫാർമസിയുടെ ഫംഗ്ഷൻ ആണ്. കാര്യം എന്താണ്? നമ്മളിപ്പോ എല്ലാ മരുന്നുകളും നമ്മളിപ്പോ മാനുഫാക്ചർ ചെയ്യണമെന്നില്ല. ചില മരുന്നുകളൊക്കെ ഹോസ്പിറ്റലിൽ തന്നെ അവരുടെ ഫാർമസി തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന മരുന്നുകൾ ഉണ്ടാവും. പക്ഷെ മെജോറിറ്റി മരുന്നുകൾ നമ്മൾ എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാണ്, മറ്റേതെങ്കിലും സപ്ലൈസിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യാണ് ചെയ്യാം. അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള സപ്ലൈസിൽ നിന്ന് വേണമെന്നുണ്ട് മരുന്നുകൾ പർച്ചേസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? മരുന്നുകൾ വേണ്ടത്ര എന്തായിരിക്കണമെന്നില്ല, വളരെ നല്ല മരുന്നുകളാവണമെന്ന് നിർബന്ധമില്ല അല്ലെ. അതുകൊണ്ട് തന്നെ വളരെ ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള, വളരെ റിലയബിൾ ആയിട്ടുള്ള സപ്ലൈസിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളതും ഫാർമസിയുടെ ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആയല്ലോ പറഞ്ഞത്? പിന്നെ എന്താണ്? പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ഓഫ് ദ നീഡഡ് മെഡിസിൻസ്. എന്താണ് പറയുന്നത്? പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ഓഫ് ദ നീഡഡ് മെഡിസിൻസ്. അതായത് ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ
ഒരു ഏകദേശം ഒരു എസ്റ്റിമേഷൻ പ്രിസ്ക്രൈബ് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ പറഞ്ഞില്ലേ ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഒരു കാര്യമാണ് അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിന് ആവശ്യമായിട്ടുള്ള മരുന്നുകളുടെ ഒരു എസ്റ്റിമേഷൻ, ഏകദേശം ഏതൊക്കെ മരുന്നുകൾ എത്ര അളവിലൊക്കെ ആവശ്യമാണ് എന്നതിന്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേഷൻ പ്രിസ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇതൊക്കെ ഫാർമസിയുടെ ഫംഗ്ഷനാണ്. പിന്നെ പറയുന്നത് എന്താണ്? കീപ്പിംഗ് ഇൻഫർമേഷൻ ഓൺ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ എക്സെട്ര. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഫാർമസിയിൽ സൂക്ഷിക്കുന്ന മരുന്നുകൾ അല്ലെ, അതിന്റെ ക്വാളിറ്റി, അതുപോലെ തന്നെ മരുന്നുകളുടെ കോസ്റ്റ്, പിന്നെ എവിടെ നിന്നാണ് ആ മരുന്ന് സപ്ലൈ ചെയ്യുന്നത്, സോഴ്സ് ഓഫ് സപ്ലൈ അല്ലെ, എവിടെ നിന്നാണ് സപ്ലൈ ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡ്രഗ് റിയാക്ഷൻ. എല്ലാ മരുന്നുകൾക്കും എന്താണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മരുന്നുകൾ എടുക്കുകയാണെങ്കിൽ അതിനതിൻ്റെതായ ചില സൈഡ് ഇഫക്റ്റുകൾ ഉണ്ടായിരിക്കും. ചില മരുന്നുകൾ ചില റിയാക്ഷൻസ് ഉണ്ടാക്കും. അപ്പൊ അത്തരത്തിലുള്ള ഡ്രഗ് റിയാക്ഷൻസിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷൻസും കൃത്യമായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ളതും ഫാർമസിയുടെ ഫംഗ്ഷനാണ്. ഇതൊക്കെ കാര്യങ്ങളാണ് ആ ഒരു മരുന്നുകളുടെ ക്വാളിറ്റി, അതിന്റെ കോസ്റ്റ്, അതിന്റെ സോഴ്സ് ഓഫ് സപ്ലൈ, പിന്നെ ഡ്രഗ് റിയാക്ഷൻ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ് ഒക്കെ കീപ്പ് ചെയ്യേണ്ടതും ഫാർമസിയുടെ ഫംഗ്ഷനാണ്. ഓക്കെ. പിന്നെന്താ പറയുന്നത്? ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചേർഡ് പ്രോഡക്റ്റ്. അതാണ് പറയുന്നത് ക്വാളിറ്റി കൺട്രോൾ. ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചേർഡ് പ്രോഡക്റ്റ്. എന്താണ് പറയുന്നത്? ഒന്നുകിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന അല്ലെ, നിർമ്മിക്കുന്നതോ ആയിട്ടുള്ള മരുന്നുകൾ, പ്രോഡക്റ്റുകളുടെ ക്വാളിറ്റി കൺട്രോൾ നടത്താം. എന്താണ് ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? നമ്മൾ പഠിക്കൂട്ടോ, തേർഡും ഫോർത്തും മൊഡ്യൂളിലൊക്കെ നല്ല ക്വാളിറ്റി കൺട്രോള്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ക്വാളിറ്റി അഷ്വറൻസ്, അങ്ങനെയൊക്കെ കുറെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ക്വാളിറ്റി കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു മരുന്ന് നിർമ്മിച്ച് അതൊരു മാർക്കറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ മരുന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത് നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അതിൽ ചിലപ്പോൾ ചില പോരായ്മകൾ ഉണ്ടായിരിക്കാം, അല്ലെ, ചില ഡെഫിഷ്യൻസികളൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന പോരായ്മകൾ പരിഹരിക്കുക, അതാണ് അവിടെ ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് നമ്മളൊരു എന്താ പറയാ, ഒരുപാട് ക്വാളിറ്റി ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമ്മളൊരു മരുന്ന് മാർക്കറ്റിലോട്ട് എന്താ പറയാ മാർക്കറ്റിലോട്ട് എത്തിക്കുന്നത്, അങ്ങനെയായിരിക്കാം. പക്ഷെ എങ്കിലും നമ്മൾ ആ ഒരു മരുന്നുകൾ വേടിച്ച് അല്ലെങ്കിൽ നിർമ്മിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന സമയത്തായിരിക്കും മറ്റു പല എന്താ പറയാ പോരായ്മകൾ ചിലപ്പോൾ അതിലുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന പോരായ്മകൾ അതിന്റെ ക്വാളിറ്റിയിൽ വരുന്ന ചില എന്താ പറയാ പ്രശ്നങ്ങൾ അത് കൃത്യമായിട്ട് പരിഹരിക്കുക, അതാണ് നമ്മുടെ ക്വാളിറ്റി കൺട്രോൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചേർഡ് പ്രോഡക്റ്റ്, നമ്മൾ പർച്ചേസ് ചെയ്യുന്നതോ മാനുഫാക്ചർ ചെയ്യുന്ന മരുന്നുകളുടെ ക്വാളിറ്റി കൺട്രോള് ഉറപ്പാക്കുക. പിന്നെ വരുന്നത് എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻ ഇൻ ദ വാർഡ്സ് കേട്ടോ. വാർഡുകളിലേക്കുള്ള മരുന്നുകളുടെ വിതരണം നടത്തുക. ഓക്കെ. വാർഡുകളിലെ പേഷ്യൻസ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകള് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെ എന്താ പറയുന്നത്? ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസ് നോക്കട്ടെ, മെഡിക്കാമെന്റ്സ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് മെഡിസിൻസ് എന്ന് പറയാട്ടോ. മെഡിസിൻസ് അല്ലെങ്കിൽ മെഡിക്കേഷൻസ് എന്ന് പറഞ്ഞാലും തെറ്റില്ല കേട്ടോ. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസ് ടു ഔട്ട് പേഷ്യൻസ് അല്ലെ, അതോടൊപ്പം തന്നെ ഔട്ട് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ വിതരണം ചെയ്യും. വാർഡുകളിലേക്ക് മരുന്ന് വിതരണം ചെയ്യുന്ന വെച്ചാൽ അവിടെ ഇൻപേഷ്യൻസിനുള്ള മരുന്നുകൾ വിതരണം ചെയ്യുക, അതുപോലെ തന്നെ ഔട്ട് പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ വിതരണം ചെയ്യുക. പിന്നെ എന്താണ് പറയുന്നത്? ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽ. ദാറ്റ് മീൻസ് ആക്ട് ആസ് എ ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽസ്. അതായത് ഒരു ഹോസ്പിറ്റലിലെ ഡ്രഗുകളുടെ ഇൻഫർമേഷൻ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക, പ്രവർത്തിക്കുക. അതും ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഫംഗ്ഷൻ ആണ് അല്ലെ. കാരണം ആ ഒരു ഹോസ്പിറ്റലിന്റെ ഉപയോഗപ്പെടുത്തുന്ന മരുന്നുകളുടെ ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് ആക്ട് ചെയ്യുക, പ്രവർത്തിക്കേണ്ടത് അവിടുത്തെ ഫാർമസിയാണ്. പിന്നെന്താണ്? ആക്ട് ആസ് എ സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്. അതോടൊപ്പം തന്നെ നമ്മുടെ മരുന്നുകളുടെ ഉപയോഗം അല്ലെ, ഈ പറയുന്ന യൂട്ടിലൈസേഷൻ സ്റ്റഡീസ് അല്ലെ, മരുന്നുകളുടെ ഉപയോഗക്രമങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റഡി സെന്റർ ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതും ഫാർമസിയുടെ ഫംഗ്ഷൻ ആണ് കേട്ടോ. ഓക്കെ. പിന്നെന്താണ്? ബ്രിങ് ഇൻ ദിസ് പ്രാക്ടീസ് റെക്കമെൻഡേഷൻസ് ഓഫ് ദ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. അതായത് നമ്മുടെ ഹോസ്പിറ്റലില് ഈ പറയുന്ന ഫാർമസി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഫാർമസിക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ ആ കമ്മിറ്റിയെ പറ്റി ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നുണ്ട് കേട്ടോ. ഒരു കമ്മിറ്റിയുണ്ട്, ആ കമ്മിറ്റിനെ നമ്മൾ ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്നാണ് പറയുക. എന്താണ് പറയാ? ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്നാണ് പറയുക. ഈ കമ്മിറ്റി മുന്നോട്ട് വെക്കുന്ന ശുപാർശകൾ അല്ല, അവരുടെ റെക്കമെൻഡേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പ്രാവർത്തികമാക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ആർക്ക് വരുന്നുണ്ട്? ഫാർമസിക്ക് വരുന്നുണ്ട്.
ഓക്കെ, അപ്പൊ ഫാർമസി എങ്ങനെ പ്രവർത്തിക്കണം, ഏത് രീതിയിൽ പ്രവർത്തിക്കണം എന്നതായിട്ട് എല്ലാ റെക്കമെൻഡേഷൻസും കൊടുക്കുന്ന ഒരു കമ്മിറ്റി ആയിരിക്കും. അപ്പൊ ആ ഒരു കമ്മിറ്റിയുടെ ശുപാർശകൾ കൃത്യമായിട്ട് നടപ്പിലാക്കേണ്ടത്, പ്രാവർത്തികമാക്കേണ്ടത് ഫാർമസിയുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്, പേഷ്യന്റ് കൗൺസിലിംഗ്. ഇതാണ് പേഷ്യന്റ് കൗൺസിലിംഗ്. എന്താണ് ഇവിടെ പേഷ്യന്റ് കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ മരുന്നുകളുടെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് രോഗികൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു അവയർനെസ് കൊടുക്കുക, അല്ലെ? നമുക്കറിയാം നമ്മൾ മരുന്നുകൾ എങ്ങനെ ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഉപയോഗിക്കണം, ഓരോ മരുന്നുകളുടെയും ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്. പിന്നെ നമുക്കറിയാം ചില മരുന്നുകൾക്ക് അതിൻ്റെതായ ചില ഡ്രഗ് റിയാക്ഷൻസും മറ്റും ഉണ്ടാവും, അല്ലെ? അതിനെ പറ്റിയുള്ള ഒരു ധാരണ ആർക്കും ഉണ്ടായിരിക്കണം, മരുന്നുകൾ എടുക്കുന്ന പേഷ്യൻസിനും ഉണ്ടായിരിക്കണം. ആ രീതിയിൽ മരുന്നുകളെ സംബന്ധിച്ചുള്ളൊരു എന്താ പറയാ ഒരു അവയർനെസ്, ഒരു അവബോധം ആർക്ക് കൊടുക്കുക, പേഷ്യന്റിന് കൊടുക്കാനുള്ളത്. അതാണ് അവിടെ പേഷ്യന്റ് കൗൺസിലിംഗ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മരുന്നുകളെ സംബന്ധിച്ച് പേഷ്യൻസിന് ഒരു അവയർനെസ് കൊടുക്കുക, അവർക്കൊരു ഓറിയന്റേഷൻ കൊടുക്കുക എന്നുള്ളത് ഫാർമസിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഫംഗ്ഷനാണ്. പിന്നെ വരുന്നത് കീപ്പിംഗ് ലിസോൺ ബിറ്റ്വീൻ മെഡിക്കൽ, നഴ്സിംഗ് ആൻഡ് ദ പേഷ്യന്റ്. ലിസോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിസോൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ബന്ധം എന്നാണ് കേട്ടോ, റിലേഷൻഷിപ്പ് എന്നാണ് അർത്ഥം. അപ്പൊ എന്താണ് കീപ്പിംഗ് ലിസോൺ ബിറ്റ്വീൻ മെഡിക്കൽ, നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ്? പറയുന്ന ഡോക്ടേഴ്സിനും നഴ്സുമാർക്കും പേഷ്യന്റിനും ഇവരുടെ ഇടയിലായിട്ട് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതും ഫാർമസി തന്നെ. എന്തായാലും ഇവരെല്ലാം എന്താണ് പരസ്പരം ഇന്റർ കണക്റ്റഡ് ആണ്, അല്ലെ? ഡോക്ടേഴ്സും നഴ്സുമാരും അതുപോലെ പേഷ്യൻസ് എന്നൊക്കെ പറഞ്ഞ അവര് ഹോസ്പിറ്റലിൽ ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അവർക്കിടയിൽ ഒരു നല്ല ബന്ധം സ്ഥാപിക്കുക എന്നുള്ളതും ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷനുകളാണ്. ക്ലിയർ ആയോ? ഫാർമസിയുടെ ഫംഗ്ഷൻസുകൾ ഓക്കെയാണോ? മനസ്സിലായോ നിങ്ങൾക്ക്? ഓരോ പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെയാണ്, എല്ലാവർക്കും ഓക്കെ അല്ലേ? ആർക്കെങ്കിലും ഏതെങ്കിലും പോയിന്റ് മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യണം കേട്ടോ. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ഫസ്റ്റ് ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ്, അല്ലെ? അതായത് ആ ഒരു എന്താ പറയുക മരുന്നുകളുടെ ആവശ്യകതയെ പറ്റിയൊരു പ്രഡിക്ഷൻ ഇപ്പോഴും ഫാർമസിക്ക് ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് മരുന്നുകൾ പർച്ചേസ് ചെയ്യുക, അതുപോലെ വാങ്ങുന്ന മരുന്നുകൾ കറക്റ്റ് ആയിട്ട് പരിശോധിക്കുക, അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ സെലക്ഷൻ ഓഫ് റിലയബിൾ സപ്ലൈസ്, അല്ലെ? ഏറ്റവും വിശ്വാസ്യതയുള്ള സപ്ലൈസ് സെലക്ട് ചെയ്യുക. എന്താണ് ലാസ്റ്റ് പോയിന്റ്, അല്ലെ? ലാസ്റ്റ് പോയിന്റ് പറയാം കേട്ടോ. ലാസ്റ്റ് കീപ്പിംഗ് ലിസോൺ ബിറ്റ്വീൻ മെഡിക്കൽ, നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ്. അതായത് നമ്മൾ ഈ പറയുന്ന ഡോക്ടർമാര്, നഴ്സുമാര്, പേഷ്യൻസ് അവർക്കിടയിൽ ഒരു നല്ല ബന്ധം നിലനിർത്താം. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കീപ്പിംഗ് ലിസോൺ, അവർക്കിടയിൽ ഒരു ബ്രിഡ്ജ് ആയിട്ട്, അല്ലെ? അവർക്കിടയിൽ ഒരു കണക്റ്റിംഗ് ആയിട്ട്, ഒരു ലിങ്ക് ആയിട്ട് പ്രവർത്തിക്കേണ്ടത് ഫാർമസിയാണ്. എല്ലാം പരസ്പരം കണക്റ്റഡ് ആണല്ലോ. ഫാർമസി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് അവർക്കിടയിൽ ഒരു നല്ല ബന്ധം ക്രിയേറ്റ് ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞു ക്വാളിറ്റി കൺട്രോള്, അല്ലെ? ക്വാളിറ്റി കൺട്രോള് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്ത മരുന്നുകളുടെ ക്വാളിറ്റി കൺട്രോൾ ഉറപ്പാക്കുക, വാർഡുകളിലേക്കുള്ള മരുന്നുകളുടെ വിതരണം, ഔട്ട് പേഷ്യൻസിനായിട്ടുള്ള മരുന്നുകളുടെ വിതരണം, പിന്നെ ഒരു ഹോസ്പിറ്റലിലെ ഡ്രഗ്സുകളുടെ ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് പ്രവർത്തിക്കുക, അതുപോലെ ഡ്രഗ്സിന്റെ യൂട്ടിലൈസേഷൻ സ്റ്റഡീസിന്റെ ഒരു സെന്റർ ആയിട്ട് പ്രവർത്തിക്കുക, പിന്നെ നമ്മുടെ ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ കൃത്യമായിട്ടുള്ള ശുപാർശകൾ പ്രാവർത്തികമാക്കുക, പിന്നെ പേഷ്യൻസിന് ഡ്രഗ്സിനെ സംബന്ധിക്കുന്ന കൗൺസിലിങ്ങുകൾ കൊടുക്കുക, അല്ലെ? അതൊക്കെ ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, അല്ലെങ്കിൽ ആരുടെ ഫങ്ഷൻസ് ആണ്? ഫാർമസിയുടെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഇന്ന് 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കി, ഫങ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കി, ക്ലിയർ ആണോ നോക്കി? വായിച്ചു നോക്കിയോ? ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോകുന്ന കേട്ടോ, നമുക്ക് അടുത്ത നോക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി ആണ് കേട്ടോ. എന്താണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി? ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ലക്ഷ്യങ്ങൾ കേട്ടോ. മെഡിക്കാമെന്റ്സ് അല്ല കേട്ടോ, മെഡിസിൻസ് എന്നാക്കുക കേട്ടോ. ശ്രീലക്ഷ്മി മെഡിസിൻസ് എന്നാക്കുക കേട്ടോ, മെഡിക്കാമെന്റ്സ് എന്നല്ല, മെഡിസിൻസ് എന്നാക്കുക. അപ്പൊ നമുക്ക് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി നമ്മൾ പഠിക്കുന്നത്
ഹോസ്പിറ്റൽ ഫാർമസിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഈ പോയിന്റുകൾ വായിക്കുമ്പോൾ ഏകദേശം ഇതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നറിയാം. നമ്മൾ നേരത്തെ പറഞ്ഞ ഫംഗ്ഷൻസ് ഇല്ലേ, ആ പോയിന്റുകളൊക്കെ ആയിട്ട് കുറെ സിമിലാരിറ്റി ഉള്ളതാണ് കേട്ടോ. നോക്കാം എന്തൊക്കെയാണ് ഫാർമസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഒരു ഹോസ്പിറ്റൽ, ഒരു ഫാർമസി എന്തൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്? ഒന്നാമത്തെ പോയിന്റ് നോക്കി, ടു മേക്ക് ഷുവർ ദാറ്റ് the availability of right medication at the right time, in the right dose and the minimum possible cost. ഒന്നാമത്തെ പോയിന്റ് അതാണ് അല്ലെ. എന്താണ് പറയുന്നത്? ടു മേക്ക് ഷുവർ ദാറ്റ് availability of right medication at the right time, in the right dose and the minimum possible cost. അല്ലെ, അതായത് സാധ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ചെലവില്, എല്ലാ ആളുകൾക്കും ഒരുപോലെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയില്, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സാധ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ചെലവില് ശരിയായ മരുന്നുകള് ശരിയായ സമയത്ത് ശരിയായ ഡോസില് പ്രൊവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ലഭ്യമാക്കുക എന്നുള്ളത് ആരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്? ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഒരു ഒബ്ജക്റ്റീവാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? സാധ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ചെലവിൽ എല്ലാ ആളുകൾക്കും ഒരുപോലെ എന്തായിരിക്കണം? അഫോർഡബിൾ ആവണം. ആ ഒരു രീതിയിൽ ശരിയായ മരുന്നുകള് ശരിയായ സമയത്ത് ശരിയായ ഡോസിൽ അവൈലബിൾ ആക്കുക, ലഭ്യമാക്കുക, അത് ഫാർമസിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. ഓക്കെ, രണ്ടാമത്തത് കേട്ടോ, സെക്കൻഡ് പോയിന്റ് നോക്കിയേ, ടു പ്രൊഫഷണലൈസ് the operation of pharmaceutical services in a hospital. എന്നാണ് പറയുന്നത്. To professionalize the operation of pharmaceutical services in a hospital. നമ്മുടെ ഹോസ്പിറ്റലില് ഈ പറയുന്ന ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളെ പ്രൊഫഷണലൈസ് ചെയ്യുക. എന്താണ് പ്രൊഫഷണലൈസ് ചെയ്യാന്ന് പറയുമ്പോൾ? കുറച്ചും കൂടി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളെ പ്രൊവൈഡ് ചെയ്യുക. അതായത് ഒരു തോന്നിയ രീതിയിലല്ല, ആ ഫാർമസി സേവനങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ കണ്ടക്ട് ചെയ്യുക. നല്ലൊരു എന്താ പറയാ, ഏറ്റവും നല്ലൊരു രീതിയിൽ എല്ലാവർക്കും ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ എന്താണ് ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങൾ ഓർഗനൈസ് ചെയ്ത് അത് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ എന്താ, അങ്ങനെ വരുമ്പോഴാണ് ഒരു പ്രൊഫഷണാലിസം അതിനകത്ത് വരുള്ളൂ അല്ലെ. അല്ലാതെ തോന്നിയ രീതിയിൽ അല്ലെ നമുക്കൊരു കാര്യത്തിലൊരു പ്രൊഫഷണാലിസം ഫീൽ ചെയ്യണമെങ്കിൽ അത് അത്രയും നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് ചെയ്യുമ്പോഴാണ് അതിനൊരു പ്രൊഫഷണാലിസം വരുന്നത്. എന്നതുപോലെ ഹോസ്പിറ്റലിനകത്തുള്ള ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്തുകൊണ്ട് അത്തരം സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക. ആ രീതിയിൽ എന്ത് ചെയ്യുക? പ്രൊഫഷണലൈസ് ചെയ്യുക. അതാണ് മറ്റൊരു ലക്ഷ്യം ഫാർമസിയുടെ. ക്ലിയർ ആണല്ലോ? ടു പ്രൊഫഷണലൈസ് ദ ഓപ്പറേഷൻ ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഇൻ എ ഹോസ്പിറ്റൽ. അടുത്തത് കേട്ടോ, നെക്സ്റ്റ് എന്താണ്? ടു ആക്ട് ആസ് എ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് for the medical staff, nurses and for the patient on the use of drugs, possible after effects, toxicity, hostile effect, drug interactions, etc. ഏകദേശം ഇതേ പോയിന്റ് നമ്മൾ അവിടെ പറഞ്ഞു, പേഷ്യന്റ് കൗൺസിലിംഗ് പറഞ്ഞു. അപ്പൊ ഇവരുടെ ഒരു ഫാർമസിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ട് ആസ് എ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുക. ആർക്കൊക്കെ? ഈ പറയുന്ന ഡോക്ടേഴ്സിന് അല്ലെ, മെഡിക്കൽ സ്റ്റാഫുകൾക്ക്, നഴ്സുകൾക്ക്, അതുപോലെ തന്നെ പേഷ്യൻസിന് അല്ലെ, ഈ പറയുന്ന മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റി, അതുപോലെ തന്നെ പോസിബിൾ ആഫ്റ്റർ ഇഫക്റ്റ്, ഓരോ മരുന്നുകളുടെ ആഫ്റ്റർ ഇഫക്റ്റുകൾ എന്തൊക്കെയാണ്, അതിന്റെ ടോക്സിസിറ്റി എന്ന് പറഞ്ഞാൽ ചില മരുന്നുകൾക്ക് ചില മോശം ഇഫക്റ്റുകൾ ഉണ്ടായിരിക്കും കേട്ടോ, അഡ്വേഴ്സ് ആയിട്ടുള്ള ചില പ്രതികൂലമായിട്ടുള്ള ചില റിയാക്ഷൻസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഹോസ്റ്റൈൽ ഇഫക്റ്റ്, ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ് എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഹോസ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അപകടകരമായിട്ടുള്ള എന്നുള്ള അർത്ഥം, ഡേഞ്ചർ ആയിട്ടുള്ള കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഡേഞ്ചർ ആയിട്ടുള്ള ഇഫക്റ്റുകൾ, ഡ്രഗ് ഇന്ററാക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് ഈ പറയുന്ന ഡോക്ടേഴ്സിനായാലും നഴ്സിനായാലും പേഷ്യൻസിനായിട്ടും ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുക. അതിനെ പറ്റിയിട്ട് അറിവ് കൊടുക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു രീതിയിൽ ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കേണ്ടതും പ്രവർത്തിക്കാന്നുള്ളതും അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ് കേട്ടോ, ഫാർമസിയുടെ ലക്ഷ്യമാണ്. പിന്നെ വരുന്നത് ടു ആക്ട് ആസ് എ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ഓൺ ഡ്രഗ് യൂട്ടിലൈസേഷൻ. അതും നമ്മൾ അവിടെ പറഞ്ഞതാണ് അല്ലെ. ഈ പറയുന്ന മരുന്നുകളുടെ ഉപയോഗത്തിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ മരുന്നുകളുടെ ഉപയോഗക്രമത്തിനായിട്ട് ഒരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് പ്രവർത്തിക്കുക അല്ലെ. എങ്ങനെ മരുന്നുകൾ ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഉപയോഗിക്കണം, എത്ര ഡോസിൽ എടുക്കണം, അങ്ങനെയൊക്കെയുള്ള ആ ഒരു കാര്യങ്ങൾ ഉണ്ടാവില്ല. മരുന്നുകളുടെ ഉപയോഗപ്പെടുത്തലുമാണെങ്കിൽ അതിന്റെ ഉപയോഗക്രമവുമായിട്ട് ബന്ധപ്പെട്ട് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് ആക്ട് ചെയ്യുക. പിന്നെ പറയുന്നത് എന്താണ്? ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രോജക്റ്റുകൾ. ഇതാണ് ടു ടേക്ക് പാർട്സ് ഇൻ റിസർച്ച് പ്രോജക്റ്റ് അല്ലെ. ഈ ഫാർമസി സംബന്ധമായിട്ടുള്ള റിസർച്ച് പ്രോജക്റ്റുകളിലൊക്കെ പങ്കെടുക്കുക.
എന്ന് വെച്ചാൽ പുതിയ മരുന്നുകൾ ഇപ്പൊ കണ്ടെത്താം അല്ലെ. ഇപ്പൊ പലപ്പോഴും നമ്മൾക്ക് തന്നെ അറിയാം പല പുതിയ മരുന്നുകൾ കണ്ടെത്തുന്നുണ്ട്. ചില പഴയ മരുന്നുകളുടെ ചില എന്താ പറയാ റദ്ദാക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓരോ റിസർച്ച് നടത്തുമ്പോഴാണ് നമുക്ക് പല ഇതും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ഫാർമസി സംബന്ധമായിട്ടുള്ള റിസർച്ച് പ്രോജക്റ്റുകളിലൊക്കെ പങ്കെടുക്കുക കേട്ടോ. ടേക്ക് പാർട്ട് എന്ന് വെച്ചാൽ പങ്കെടുക്കുക. പിന്നെ എന്താണ് പറയുന്നത്, ടു ബ്രിങ് ഇൻ ടു പ്രാക്ടീസ് ഡിസിഷൻസ് ഓഫ് ദ ഫാർമസി ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ആ പോയിന്റ് നമ്മൾ അവിടെ പറഞ്ഞതാണ്, ഫംഗ്ഷനിൽ പറഞ്ഞതാണ്. അതായത് നമ്മുടെ ഈ പറഞ്ഞ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയില് അവരുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ ശുപാർശകളൊക്കെ കൃത്യമായിട്ട് പ്രാവർത്തികമാക്കുക. അതും ആരുടെ ഉത്തരവാദിത്വമാണ്, ആരുടെ ഒബ്ജക്റ്റീവാണ്, ഫാർമസിന്റെ ലക്ഷ്യമാണ്. ഓക്കെ. പിന്നെ എന്താ പറയുന്നത്, ടു കോർഡിനേറ്റ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റലിലെ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളായിട്ടും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് അല്ലെ, നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതും ഫാർമസിയുടെ ഉത്തരവാദിത്തം. കാര്യം എന്ന് വെച്ചാൽ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും അല്ലെ, ഒരുപാട് വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ആവശ്യമായിട്ട് വരുന്ന മരുന്നുകളും വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ഈ ഫാർമസി എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളായിട്ടും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കും. ഓക്കെ. പിന്നെ എന്താണ് പറയുന്നത്, ടു ഡിസൈൻ, ഓർഗനൈസ് ആൻഡ് ഫുൾഫിൽ ഫാർമസി പോളിസി പ്രൊസീജിയേഴ്സ് ഇൻ കീപ്പിംഗ് വിത്ത് ദ എസ്റ്റാബ്ലിഷ്ഡ് പോളിസീസ് ഓഫ് ദ ഹോസ്പിറ്റൽസ്. അതായത് നമ്മുടെ ഹോസ്പിറ്റലിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ പോളിസികൾ ഉണ്ടായില്ലേ, അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ മൊത്തമായിട്ടുള്ള കുറെ നയങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ, ചില പോളിസികൾ ആൻഡ് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. അപ്പൊ അതുമായിട്ട് ഒത്തുപോകുന്ന രീതിയിൽ ഫാർമസി പോളിസി പ്രൊസീജിയറുകളൊക്കെ തയ്യാറാക്കുക. ഓക്കെ. അങ്ങനെയുള്ള പോളിസികൾ ഡിസൈൻ ചെയ്ത് അത് ഓർഗനൈസ് ചെയ്ത് അത് നടപ്പിലാക്കുക എന്നുള്ളതും ഫാർമസിയുടെ ഉത്തരവാദിത്തമാണ്. ഫാർമസിയുടെ പോളിസി വേറെ, ഹോസ്പിറ്റലിന്റെ പോളിസി വേറെ. ആ ഒരു രീതിയിലല്ല ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലിന് മൊത്തമായിട്ടുള്ള കുറെ പോളിസികൾ ഉണ്ടാവും, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ അത് പാലിക്കുന്ന തരത്തില് അല്ലെങ്കിൽ അതിനോട് എന്താണ് ഒത്തുപോകുന്ന രീതിയിൽ ഉള്ള ഫാർമസി പോളിസികൾ കൃത്യമായിട്ട് നടപ്പിലാക്കുക, അത് ഫുൾഫിൽ ചെയ്യാന്നുള്ളത്, ഓർഗനൈസ് ചെയ്ത് നടപ്പിലാക്കുക എന്നുള്ളതും ഫാർമസിയുടെ ലക്ഷ്യമാണ്. ഓക്കെ. അപ്പൊ ഒരു ഹോസ്പിറ്റല് ഒരു പോളിസി വെക്കുകയാണ്, അതായത് ഫാർമസിയിൽ നിന്ന് മരുന്നുകൾ വിതരണം ഡോക്ടറിന്റെ പേഷ്യൻസിന് കൊടുക്കുന്നതിനേക്കാളും മുമ്പായിട്ട് അത് നിർബന്ധമായിട്ട് ഒരു ഫാർമസിസ്റ്റുകൾ റിവ്യൂ ചെയ്തിരിക്കണം എന്നുള്ളത് ഒരു ഹോസ്പിറ്റലിന്റെ പോളിസിയാണ് ഇരിക്കുന്നത്. ഹോസ്പിറ്റൽ പോളിസിയാണ് കേട്ടോ. ഹോസ്പിറ്റൽ അങ്ങനെ ഒരു പോളിസി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫാർമസി എന്ത് ചെയ്യണം, ആ രീതിയിൽ തന്നെ ആ പോളിസി പാലിച്ചിരിക്കണം. ഫാർമസി എന്ത് ചെയ്യണം, കൃത്യമായിട്ട് ഇതുപോലെ തന്നെ മരുന്നുകൾ ഒരു ഫാർമസിസ്റ്റിനെ വെച്ച് അത് കൃത്യമായിട്ട് റിവ്യൂ ചെയ്ത് അനലൈസ് ചെയ്തതിന് ശേഷം മാത്രമേ രോഗികളെ അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റൂ. ആ രീതിയിൽ ഹോസ്പിറ്റലിന്റെ പോളിസിയുമായിട്ട് ഒത്തുപോകുന്ന രീതിയിൽ ഫാർമസി പോളിസികൾ തയ്യാറാക്കുക, അത് ഓർഗനൈസ് ചെയ്യുക, നടപ്പിലാക്കുക. ഇതൊക്കെ ഫാർമസിയുടെ ലക്ഷ്യങ്ങളാണ്. എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞത്, ഇതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സാധ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ചെലവിൽ ശരിയായ മരുന്നുകൾ ശരിയായ സമയത്ത് ശരിയായ ഡോസിൽ ലഭ്യമാക്കുക. അതുപോലെ തന്നെ ഹോസ്പിറ്റലിലുള്ള ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളെ പ്രൊഫഷണലൈസ് ചെയ്യുക, പക്ഷെ കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ് ചെയ്ത് ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങൾ കൊടുക്കുക. അപ്പൊ തന്നെ അതിനകത്ത് ഒരു പ്രൊഫഷണലിസം അതിനകത്ത് വരും. പിന്നെ ഈ പറയുന്ന പോലെ മെഡിക്കൽ, ഈ പറയുന്ന ഡോക്ടേഴ്സിന്, നഴ്സുമാർക്ക്, പേഷ്യൻസിനൊക്കെ ഒരു മെഡിസിനെ പറ്റിയിട്ടുള്ള ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് അല്ലെ, അതിനെ പറ്റിയൊരു അവബോധം കൊടുക്കുന്നതിനായിട്ട് ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ മരുന്നുകളുടെ ഉപയോഗത്തെ പറ്റിയുള്ളൊരു സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആയിട്ട് പ്രവർത്തിക്കുക. പിന്നെ റിസർച്ച് പ്രോജക്റ്റുകളുടെ ഭാഗമാക്കുക അല്ലെ, റിസർച്ച് പ്രോജക്റ്റുകളിലൊക്കെ പങ്കെടുക്കുക. പിന്നെ കമ്മിറ്റിയുടെ തെറാപ്യൂട്ടിക് ഡ്രഗ്സ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ ശുപാർശകള് പ്രാവർത്തികമാക്കുക. ഹോസ്പിറ്റലിലെ മറ്റു പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് കോപ്പറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുക. പിന്നെ ഹോസ്പിറ്റലിന്റെ പോളിസിയുമായിട്ട് ഒത്തുപോകുന്ന രീതിയിലുള്ള പോളിസികൾ, ഫാർമസി പോളിസികൾ തയ്യാറാക്കിയത് നടപ്പിലാക്കുക. ഇതൊക്കെയാണ് ഫാർമസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇനി നമുക്ക് നെക്സ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആണ് കേട്ടോ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. എല്ലാ പോയിന്റുകളും വായിച്ചു നോക്കുക കേട്ടോ. വായിച്ചു നോക്കി നല്ലപോലെ മനസ്സിലാക്കി വെച്ചാൽ മതി. നിങ്ങളെ സംബന്ധിച്ച് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നും ബൈ ഹാർട്ട് ഒന്നും ചെയ്ത് പഠിക്കേണ്ട. ഓരോ വാക്കുകൾ, ഒരു സെന്റൻസ് വായിക്കുമ്പോൾ മനസ്സിലാക്കി വായിക്കാം. അത് തന്നെയായിരിക്കും ഏതിനകത്ത് വരിക, എക്സാമിനകത്ത് വരിക. അത് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അറ്റൻഡ് ചെയ്യാം. ഈസി ആയിട്ട് നിങ്ങൾക്ക് മാർക്കൊക്കെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ.
ഓക്കെ, ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. വായിച്ചു നോക്കാം എല്ലാവരും. എന്താണ് തൻസ്യ ഗൈഡ് നോക്കി? ഗൈഡ് പഠിക്കുന്നത് നല്ലതാണ് കേട്ടോ. ഗൈഡ് പഠിക്കുന്നത് നല്ലതാണ്. കാര്യം എന്താ പറയാ, നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് ഒരുപാട് അത് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. പ്രത്യേകിച്ച് ഫൈനൽ എക്സാമിന് ഒരുപാട് ഹെൽപ്പാണ് ഗൈഡ്. എന്റെ കരുതി ഗൈഡ് മാത്രം നോക്കിയിരുന്ന് പഠിക്കുമ്പോൾ ചിലപ്പോൾ ഒരു കണക്ഷൻ കിട്ടില്ല. കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അതിനോടൊപ്പം ഗൈഡ് പഠിക്കാൻ നല്ലതാണ് കേട്ടോ അത്. ഓക്കെ, ശരി.